പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. മേ, വേ, തു, തും, തും, വഹ്, വഹ് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിന്റെ വ്യത്യാസങ്ങൾ എന്താണ് എന്ന് ഇന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ പോവുകയാണ്. വളരെ ഈസി ആയിട്ട്. മേ ജാവൂക, മേ ജാവൂക, ഞാൻ പോകും എന്നാണ് അർത്ഥം. മേ ജാവൂക, ഞാൻ പോകും. സ്ത്രീയാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് പറയുക? മേ ജാവൂഗി എന്നാണ് പറയുക. മേ ജാവൂഗി, ഞാൻ പോകും. ഞാൻ പോകും എന്ന് മാത്രമാണ് അർത്ഥം. ഞാൻ പോകും. മേ ജാവൂങ്ക, ഞാൻ പോകും. മേ ജാവൂങ്കി, ഞാൻ പോകും. വേ ജായേങ്കെ, വേ ജായേങ്കെ, അവർ പോകും. വേ ജായേങ്കെ, അവർ പോകും. എന്താണ് വേ ജായേങ്കെ എന്ന് പറഞ്ഞത്? വേ എന്ന വാക്ക് ബഹുവചനാണ്. വേ എന്ന വാക്ക് ബഹുവചനാണ്. വേ, അവർ, അദ്ദേഹം എന്ന ആദ്യം നമ്മൾ ഉപയോഗിച്ചപ്പോൾ, വേ എന്ന് ഉപയോഗിച്ചപ്പോൾ എന്താണ് അവസാനം എന്താണെന്ന്? ജായേങ്കെ. വേ എന്നുള്ളത് ബഹുവചനാണ്. അപ്പൊ ബഹുവചനവും ബഹുമാന വചനവും എന്ന് വേണ്ടി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയാം. വേ, അദ്ദേഹം അല്ലെങ്കിൽ അവർ പോകും. വേ ജായേങ്കെ, അദ്ദേഹം അല്ലെങ്കിൽ അവർ പോകും. തു, തു എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. തു എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. തു, നീ. അപ്പോ നീ എന്ന് പറയുമ്പോൾ അതിന്റെ അവസാനം എങ്ങനെ നമ്മൾ ചേർക്കുക? തു ജാവോഗേ, ഓകെ. ഇതുണ്ടോ? വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. തു, നീ, ജാവോഗേ, ഓകെ, ഓകെ, ജാവോഗേ, തു ജാവോഗേ, നീ പോകും. അപ്പൊ എന്താണ് ഇവിടെ പോകും എന്നുള്ള വാക്കുകൾ ആര് ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് പോകും എന്നുള്ള വാക്കുകൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ ആര് പറഞ്ഞാലും പോകും എന്നുള്ള വാക്കിന് പോകും എന്ന് മാത്രമാണ് അർത്ഥമുള്ളൂ. എന്നാൽ ഹിന്ദിയിൽ അങ്ങനെയല്ല. ഹിന്ദിയിൽ പോകുമെന്ന് ആര് പറയുന്നു, പറയുന്ന ആൾക്കനുസരിച്ച്, ആളുടെ എണ്ണത്തിനനുസരിച്ച് ഇവിടുത്തെ അതിനോട് കൂടെ ചേർക്കുന്ന വാക്ക് മാറും. എന്നുള്ളൂ. तू जाओगे, तू जाओगे, तू जाओगे, तुम जाओगे. ഇതാണോ തും ജാവോഗെ? ഇത് വാക്ക് ഇൻഫോർമൽ ആണ്. ഈ തു എന്നുള്ളതും തും എന്നുള്ളതും ഇൻഫോർമൽ ആണ്. അതുകൊണ്ട് വഹ് തും ജാവോഗെ എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കി എന്താണ്? അത് സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ തും ജാവോഗി, നിങ്ങൾ പോകും. തും ജാവോഗി, നിങ്ങൾ പോകും. തും ജാവോഗെ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗമാണ്. തും ജാവോഗി എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗമാണ്. തും ജാവോഗ, ജാവോഗെ, തും ജാവോഗെ പുല്ലിംഗം ഏകവചനം. തും ജാവോഗ പുല്ലിംഗം ഏകവചനം. തും ജാവോഗി, തും ജാവോഗി സ്ത്രീലിംഗം ഏകവചനം. തും ജാവോഗി സ്ത്രീലിംഗം ഏകവചനം. വഹ് ജായക, വഹ് ജായക. ഈ ഓ നോക്കിക്കാം. ഓ ജായക, ഓ ജായക, അവൻ പോകും. ഓ ജായകി, അവൾ പോകും. ഓ ജായക, അവൻ പോകും. ഓ ജായകി, അവൾ പോകും. തു എന്ന് പറയുമ്പോൾ തു ജാവോഗേ, നീ പോകും. തും ജാവോഗേ, നിങ്ങൾ പോകും. തും ജാവോഗി, നിങ്ങൾ പോകും സ്ത്രീലിംഗം. വഹ് ജായക, വഹ് ജായക, അവൻ പോകും പുല്ലിംഗം ഏകവചനം. വഹ് ജായകി സ്ത്രീലിംഗം ഏകവചനം. മേ ജാവൂങ്ക, ഞാൻ പോകും പുല്ലിംഗം ഏകവചനം. മേ ജാവൂങ്കി, ഞാൻ പോകും സ്ത്രീലിംഗം ഏകവചനം. വേ ജായെങ്കെ, വേ ജായെങ്കെ, അവർ പോകും. വേ, അവർ. വേ ബഹുവചനം അവർ അല്ലെങ്കിൽ അദ്ദേഹം. തു ജാവോഗെ, തു എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. നീ പോകും. തു ജാവോഗെ. അപ്പൊ തും ജാവോഗെ, തും എന്ന് പറഞ്ഞാലും അത് ഏകവചനം തന്നെയാണ്. നിങ്ങൾ പോകും എന്നാണ് പറയുന്നത്. ഒന്നിലധികം ആൾക്കാരൊന്നും ഇല്ല. തും ജാവോഗെ എന്ന് പറഞ്ഞാൽ ഒരാളെന്നെ ഉള്ളൂ. നിങ്ങൾ പോകും. തും ജാവോഗി, നിങ്ങൾ പോകും. അത് സ്ത്രീലിംഗമാണ്. ഇത് തും ജാവോഗി എന്ന് പറഞ്ഞാൽ അത്
പുല്ലിംഗാണ്, ഏകവചനാണ്. തും ജാവോഗി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗാണ്, ഏകവചനാണ്. വഹ് ജായക എന്ന് പറഞ്ഞാൽ അത് ഏകവചനാണ്, പുല്ലിംഗാണ്. അവർക്ക് പെട്ടെന്ന് സംസാരിക്കാൻ, ഹിന്ദി സംസാരിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഈ പ്രൊഫഷനുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഏത് പ്രൊഫഷനായാലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും. അതായത് പെട്ടെന്ന് നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ ഡോക്ടറാകാം, എഞ്ചിനീയറാകാം, വക്കീലാകാം, ഏത് ഒരു ഇന്ത്യക്കാരനാണെന്നുള്ള അഭിമാനത്തോടെ ലോകത്ത് എവിടെയും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ അടിപൊളിയായിട്ട് പെട്ടെന്ന് ഹിന്ദി പഠിച്ചാൽ അത് നിങ്ങൾക്ക് സാധിക്കും. ഇതൊക്കെ അഭിമാനത്തോടെ ഞാനൊരു ഇന്ത്യക്കാരനാണെന്നുള്ള അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാനായിട്ട് സാധിക്കും ഹിന്ദി പഠിച്ചാൽ. ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം. 100% കോൺഫിഡൻസ്, 100% ഗ്യാരണ്ടി. ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും. 3-1 ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫറാണ്. ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും. അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ. പാകിസ്ഥാനികളോടോ, ബർമ്മക്കാരോടോ, ബംഗ്ലാദേശുകാരോടോ, നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ഈസി ആയിട്ട് സംസാരിക്കാം. അവർ പറയും നമുക്ക് വളരെ പെട്ടെന്ന് കാച്ച് ചെയ്യാം. ഓഫർ തീരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കും.